മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് എക്സൈസ് കമ്മീഷണർ. ബാറുകളിൽ നിന്നും പണവും വാങ്ങുന്നുണ്ടെന്നും എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്. പണം വാങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷണർ നിർദ്ദേശം നൽകി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ചിരികാൻ. ടിൻഡു, മാസപ്പടി വാങ്ങുന്നതായി കമ്മീഷണർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് മഹിപാൽ യാദവ് വ്യക്തമാക്കിയത്? ടിൻഡു, കേൾക്കാമെങ്കിൽ. മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് എക്സൈസ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മഹിപാൽ യാദവ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞത്? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ, അതായത് ഈ അധികാരത്തിലിരിക്കുന്ന അധികാരികൾ മാസപ്പടി വാങ്ങുന്നുണ്ടോ എന്ന് തന്നെ ഒരു സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശവും അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്കും പോയിട്ടുള്ളത്. സംസ്ഥാനത്തെ ബാറുകൾ കേന്ദ്രീകരിച്ച് ബാർ ഉടമകൾ ഈ ഉദ്യോഗസ്ഥർക്ക് മാസപ്പടികൾ നൽകുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ പല ഘട്ടങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ടെന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേയൊക്കെ തന്നെ വാർത്ത വന്നിട്ടുണ്ട്. ഡിസ്റ്റിലറികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലയ്ക്ക് മദ്യം വിൽക്കുന്നതിനായി മദ്യം പൂഴ്ത്തിവെക്കാൻ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും ഈ ഉദ്യോഗസ്ഥർ ഈ ബാർ ഉടമകളോട് പാരിതോഷികങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഇതുമായി സംബന്ധിച്ച് പല ബാർ ഉടമകളും വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തന്നെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയോ ഒരു പക്ഷേ അവർ ഈ വിജിലൻസിന്റെ തന്നെ പരിഗണനയിൽ എടുക്കാതിരിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് ഇത്രയും തീവ്രമാണ്, അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത് എന്ന് ഈ ഇന്നലെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലത്തെ ആ റിപ്പോർട്ടിന് ശേഷമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ മാസപ്പടികൾ മുൻകൂറായി കൈപ്പറ്റാറുണ്ട് എന്നൊരു സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മാസപ്പടികൾ കൈപ്പറ്റുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താനായിട്ട് പ്രത്യേകം ടീമുകൾ രൂപീകരിച്ചുകൊണ്ട് ഡേറ്റ ശേഖരിച്ച് ആ ഡേറ്റയിൽ നിന്നും ഈ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി കർശനമായ ഒരു നടപടി അല്ലെങ്കിൽ കർശനമായ നടപടിയിലേക്ക് കടക്കണമെന്നുമാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ ഭാഗത്ത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഇത്തരത്തിലുള്ള അഴിമതി നടക്കുന്നു, ഇത്തരത്തിലുള്ള കൈക്കൂലി നടക്കുന്നു, ഇത്തരത്തിലുള്ള മാസപ്പടി നടക്കുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഓരോ മേഖലയിലും കത്തിക്കയറുമ്പോൾ തന്നെയാണ് എക്സൈസ് കമ്മീഷണർ തന്നെ ഇതിനൊരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പാളിച്ച അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ഒരു വലിയ അനാസ്ഥ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ ശക്തമാകുന്നത്? തീർച്ചയായും ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങളിൽ പല സർക്കാർ സർവീസുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള കറപ്റ്റഡ് അല്ലെങ്കിൽ അഴിമതിയിലോട്ട് പോവുക അല്ലെങ്കിൽ അഴിമതി വാങ്ങുക എന്നൊരു ഘട്ടങ്ങളിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചെറിയ തുക അഴിമതി വാങ്ങുന്നു, അല്ലെങ്കിൽ ചെറിയ ഒരു വില്ലേജിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ താലൂക്ക് മേഖലയെ അടിസ്ഥാനമാക്കി ഒരു ചെറിയൊരു തുക കൈക്കൂലി വാങ്ങുന്നതൊക്കെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റാപ്പിഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബാർ മേഖലയുമായി അല്ലെങ്കിൽ അത്തരം മദ്യ ലോബികളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വൻ തുകകളാണ് അല്ലെങ്കിൽ വൻ തുകയാണ് ഉദ്യോഗസ്ഥർ പാരിതോഷികമായി കൈപ്പറ്റുന്നതും. തുകയ്ക്ക് പുറമേ തന്നെ ഈ അതായത് ഈ റിയൽ എസ്റ്റേറ്റ്, അതായത് ഈ വസ്തുവായും അതുപോലെ തന്നെ മറ്റ് വസ്തുതകളൊക്കെ ആയിട്ടും പാരിതോഷികങ്ങൾ കൈപ്പറ്റാറുണ്ട് എന്നതൊരു സ്ഥിരീകരണമാണ്. അപ്പൊ സർക്കാരിന്റെ അല്ലെങ്കിൽ അധികാര വൃത്തത്തിന്റെ ഒരു അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അഴിമതികൾ തുടർക്കഥയാവാൻ കാരണം എന്ന് വേണം പറയാൻ. ആ ഒരു രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പല ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ട്, പാരിതോഷികങ്ങൾ വാങ്ങുന്നുണ്ട്, മാസപ്പടി കൈപ്പറ്റുന്നുണ്ട്. അത് തന്നെ ആ ഒരു അല്ലെങ്കിൽ മാസപ്പടി കൈപ്പറ്റുന്നുണ്ട് എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിന് തന്നെയാണ് ഇപ്പോൾ ഒരു പക്ഷേ വിജിലൻസ് അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണർ പോലുള്ള ഒരു അധികാരി അല്ലെങ്കിൽ ഒരു ഉന്നതാധികാരി തന്നെ ആ വിഷയങ്ങൾ സമ്മതിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് തന്നെ മനസ്സിലാവുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ഈ സമാനമായ രീതിയിൽ മദ്യലോബികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർ മാസപ്പടി കൈപ്പറ്റുന്നുണ്ട്. അവർക്കെതിരെ കർശന നടപടി എടുക്കണം എന്ന നിർദ്ദേശത്തിലേക്കാണ് കടക്കുന്നത്. കെ പി
മാസപ്പടി വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് എക്സൈസ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ബാറുകളിൽ നിന്നും പണവും വാങ്ങുന്നുണ്ടെന്നും എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്. വിശദാംശങ്ങളാണ് ടിനുദാസ് നൽകിയത്.